പുതിയ ഫോണൊക്കെ മേടിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഏപ്രിൽ അടിപൊളി ഫോൺസ് വരുന്നുണ്ട്. അത് കുറേ അപ്കമിങ് ഫോൺസ് 30,000 25,000 റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കുറേ ഫോൺസ് വരുന്നുണ്ട്. അത് കൂടാതെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസുകൾ ഇറങ്ങുന്നുണ്ട്. കുറേയൊക്കെ സ്പെഷ്യൽ ഫോണുകൾ പല കമ്പനികളുടെ ഇറങ്ങുന്നുണ്ട്. ഏതൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയുടെ ഒരു ഫോണാണ് S25 എഡ്ജ്. 25 സീരീസിൽ വരുന്ന ഒരു വെറൈറ്റി ഫോൺ എന്ന് പറയാം. S25 എഡ്ജ് എന്നാണ് അവർ പേരിട്ടേക്കുന്നതെങ്കിലും ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഞാൻ കണ്ടിടത്തോളം വരുന്നത്. ഒരു 120 ഹെഡ്സിന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗണിന്റെ 8 എലൈറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ എഡ്ജ് ഡിസ്പ്ലേ അല്ല, ഏറ്റവും സ്ലിമ്മസ്റ്റ് ഫോൺ എന്നാണ് സാംസങ് അവകാശപ്പെടുന്നത്. പക്ഷേ അതിനേക്കാളും സ്ലിമ്മസ്റ്റ് ഫോൺ ടെക്നോ ഒരു ലോഞ്ച് ഇവന്റിൽ ഒരു കോൺസെപ്റ്റ് ഫോണായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 5.73 ഇഞ്ചാണ്. അതിനേക്കാൾ കൂടുതലാണ് 0.93 ഇഞ്ചിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. എന്നാലും ടെക്നോ ആണ് കുറച്ചുകൂടെ സ്ലിം. പിന്നെ 888 പ്രോസസ്സർ ഉണ്ട്. പിന്നെ IP68 ആണ്. പിന്നെ ബാറ്ററി ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട 3900 mAh ബാറ്ററിയാണ് വരുന്നത്. അത്യാവശ്യം ഒരു 25 വാൾട്ടിൻ്റെ ചാർജർ. ഏകദേശം നമുക്കൊരു വിഷുവിനൊക്കെ ആ ഒരു ഡേറ്റ് അടുപ്പിച്ച് എന്തായാലും ലോഞ്ച് ഇവന്റ് വരുന്നുണ്ട്. 13, 14, 15, 16 ഈ ഒരു ഡേറ്റുകളിലായിരിക്കും ഈ ഒരു ഫോൺ ഗ്ലോബലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഉൾപ്പെടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എക്സ്പെക്ടേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ 90 to 1 lakh ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോണാണ്, അല്ലാതെ ബഡ്ജറ്റിലെ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഫോണല്ല. പക്ഷേ എങ്ങനെയാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറ, ഈ ഫോൺ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏപ്രിലിൽ ലോഞ്ച് ചെയ്യുന്ന മോട്ടോയുടെ ഫോണാണ്. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ. 50 ഫ്യൂഷൻ്റെ സക്സസർ ആയിട്ടുള്ള എഡ്ജ് 60 ഫ്യൂഷൻ. കുറേ മാസമായിട്ട് മോട്ടോ കാണാറില്ലായിരുന്നു. കുറേ ഗ്യാപ്പ് എടുത്തു മോട്ടോ. അതിൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് ഇറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ആദ്യം തന്നെ അവർ എഡ്ജ് 60 ഫ്യൂഷൻ സീരീസ് തന്നെ ഇറക്കുന്നുണ്ട്. 50 ഫ്യൂഷൻ അടിപൊളിയായിരുന്നു. അതിൽ എല്ലാം കൊണ്ടും നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 7S Gen 3 ഉൾപ്പെടെ വന്നിട്ട് അടിപൊളിയാക്കിയ ഒരു ഫോണായിരുന്നു. അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഒരു ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ തന്നെ ഇവിടെ എഡ്ജ് 50 പ്രോ സീരീസ് ഒക്കെ കൊടുത്തില്ലായിരുന്നു. ആ ഡിസൈനാണ് അവരിവിടെ അവരുടെ ഒരു മാൻഡേറ്ററി ഡിസൈൻ എന്ന് പറയാം. കാരണം പ്രോ സീരീസിൽ കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. ആ ഒരു ഡിസൈൻ അവർ ഫ്യൂഷനിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അടിപൊളി ഡിസൈൻ വിത്ത് എഡ്ജ് ഡിസ്പ്ലേ, പാൻഡോൺ വാലിഡേഷൻ വിത്ത് 1.5K റെസൊല്യൂഷൻ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അടിപൊളി ഡിസ്പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. ഒരു 50 മെഗാപിക്സൽ, ഒരു 30 മെഗാപിക്സലിൻ്റെ, ഒരു 16 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, 5500 mAh ബാറ്ററി വിത്ത് ഒരു 45 വാൾട്ടിൻ്റെ ചാർജർ. വീഗൻ ലെതർ വരുന്നുണ്ട്. ഒരു 5500 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ 68 വാൾട്ടിൻ്റെ ഒരു ചാർജർ വരുന്നുണ്ട്, ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അടിപൊളി ഡിസൈനാണ്, മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. എല്ലാം കൊണ്ടും ഒരു ബഡ്ജറ്റിൽ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി ഫോണാണ്. 22, 23, 24 റേറ്റിലായിരിക്കും വരാൻ പോകുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. പ്രോസസ്സർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമണ്ട്സിറ്റിയുടെ 7400 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. അത് ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളിയാണ്. അപ്പോൾ അവരെന്തായാലും ഒരു ചവിട് മുന്നിലോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രോ സീരീസ് ഒക്കെ വരട്ടെ, അതൊക്കെ അടിപൊളിയായിരിക്കും. ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലി ഇറങ്ങുന്ന ഫോണാണ്. ഏപ്രിൽ ഇന്ത്യ ഇല്ലാത്ത ഗ്ലോബലിലായിരിക്കും ലോഞ്ച്മെൻറ്റ്. ഇവിടെ വരുമ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലൊക്കെ ആ റേറ്റിലൊക്കെ വരത്തുള്ളൂ ഇന്ത്യയിൽ. നമ്മുടെ പോക്കോയുടെ F7 സീരീസാണ്. F7 പ്രോയും വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. 1.5K റെസൊല്യൂഷൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് ഇച്ചിരി കൂടുതൽ പ്രോയിൽ കാണും. 7000 mAh ബാറ്ററി. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറാണ്. 888 പ്രോസസ്സർ ഇൻ 50,000 അണ്ടർ, 50,000 രൂപ താഴെ പ്രോസസ്സർ കൊണ്ടുവന്ന് ഞെട്ടിക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ക്യാമറയൊക്കെ യൂഷ്വലി ഒരു 50 മെഗാപിക്സലും ഒരു 13 മെഗാപിക്സലൊക്കെ കാണത്തുള്ളൂ സെൻസേഴ്സ്. ക്യാമറ നിങ്ങൾ നോക്കണ്ട. 888 എന്ന് പറഞ്ഞൊരു പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ച് 50,000 അണ്ടറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ. പോക്കോയുടെ F7 വരുന്നുണ്ട്. എന്തായാലും IQ13 പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ 50,000 അണ്ടറിൽ 888 ഫോൺ നമുക്ക് നോക്കാൻ വരുമ്പോൾ ഏപ്രിൽ ഗ്ലോബലി ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ചെയ്യാം. ഏകദേശം പ്രൈസിങ് ഒരു 50ക്ക് താഴെയാണ്. ഒരു 45 to 50,000 റേറ്റാണ് ഞാൻ പറയുന്നത്. പോക്കോ F7 to F7 Pro വരെ വരുന്നത്. പ്രോയിൽ കുറച്ചുകൂടെ പ്രോട്ടിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഞാനിങ്ങനെ റൂമേഴ്സ് വഴി അറിഞ്ഞത് F7 പ്രോയിൽ
ബാറ്ററി ലൈഫ് കുറവായിട്ടാണ് കാണിക്കുന്നത്. F7-ൽ 7000 mAh, മറ്റേത് 6500 mAh ആണ് കാണിക്കുന്നത്. എന്തായാലും വമ്പൻ ഒരു ബാറ്ററി ഒക്കെ ആയിട്ടാണ് വരാൻ പോകുന്നത്. നമുക്ക് വരുമ്പോൾ നോക്കാം. പിന്നെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു ഓൾറെഡി. ഇപ്പോൾ ഇന്ത്യയിൽ അവസാനത്തോടുകൂടി ഇൻഫിനിക്സിന്റെ ഒരു ഫോൺ ലോഞ്ച് ചെയ്ത്, ഇൻഫിനിക്സ് നോട്ട് 50X 5G എന്ന് പറഞ്ഞ ഫോണാണ്. 120 Hz റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഒരു HD+ ഡിസ്പ്ലേ ആണ് വന്നേക്കുന്നത്. 5500 mAh ബാറ്ററി. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 7300 അൾട്രാ പ്രോസസ്സറാണ് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ, നല്ല ഡിസൈനിൽ വന്നേക്കുന്ന ഒരു മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കറ്റും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അടിപൊളി ഫോണാണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് വെച്ചാൽ 10,400-ൽ 6GB 128. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോഴത്തെ ഓഫർ വെച്ച് കൊടുക്കുവാണ്. ഇതിന്റെ ബേസ് വേരിയന്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 6GB 128, 8GB 128 ഉണ്ട്. അതിൽ 6GB 128-ന് 10,499 റുപ്പീസിനാണ് വരുന്നത്. ഒരു കില്ലർ ഡീൽ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു പെർഫോമൻസ് വെച്ച് നോക്കാം. പെർഫോമൻസ് ആയാലും ബാറ്ററി ആയാലും ഒരു 45 വോൾട്ടിന്റെ ചാർജർ, 5500-ന്റെ ബാറ്ററി, എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് വന്നേക്കുവാണ്. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു 50 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ അടിപൊളിയായിട്ട്, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ ഉണ്ടെങ്കിൽ അത് പോരാ, മെയിൻ സെൻസർ ആയിട്ട് അടിപൊളി. ഇത് പെർഫോമൻസിനാണ് ടാർഗറ്റ് ചെയ്തേക്കുന്ന. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ, ബൈപ്പാസ് ചാർജിങ് എന്ന് വേണ്ട എല്ലാ സംവിധാനവും ഉണ്ട്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാം. കാരണം ബൈപ്പാസ് ചാർജിങ്, റിവേഴ്സ് ചാർജിങ് ഉൾപ്പെടെ വയേർഡ് ആയിട്ടുള്ള ചാർജിങ്. ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടു കറണ്ടിലോട്ട് പോയിട്ട് കളിക്കാം. ഇത് ഗെയിമിങ്ങിനെ ഫോക്കസ് ചെയ്താണ് വരുന്നത്. കുത്തിക്കൊണ്ട് കളിക്കാം. പിന്നെ ഡുവൽ ആയിട്ട് പവറിങ് കയറും. ബാറ്ററി ലൈഫ് 2000 ഇതാണ് സൈക്കിളാണ് പറഞ്ഞേക്കുന്നത്. 2100 സൈക്കിളാണ് ബാറ്ററി ലൈഫ് ഒക്കെ പറഞ്ഞേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഡിസ്പ്ലേ ഓക്കെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. HD+ന്റെ LCD പാനലാണ് വരുന്നത്. പക്ഷേ 120 Hz ഡിസ്പ്ലേ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മൊബൈൽ വർത്ത് ആയിട്ട് എനിക്ക് തോന്നുന്നു. വിത്ത് ഇൻഫിനിക്സിന്റെ പുതിയ OS ആണ് വന്നേക്കുന്നത്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസർ ആയിട്ടുള്ള ഒരു ഫോണാണ്. നത്തിങ്ങിന്റെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള CMF ഫോൺ 1ന്റെ അടുത്ത വേർഷനാണ് CMF ഫോൺ 2. ഇതിന്റെ ഡിസൈൻ റൂമേഴ്സ് ഒക്കെ പറയുന്നു റൗണ്ട് സൈക്കിൾ അല്ലെങ്കിൽ ഒരു നേരത്തെ അതേ ഡിസൈൻ തന്നെ ആയിരിക്കും. അതിനെ കുറച്ചുകൂടെ മോഡിഫിക്കേഷൻ ചെയ്ത് എന്തായാലും കാത്തിരിക്കുകയാണ് ആൾക്കാർ CMF ഫോൺ 2-ന് വേണ്ടി. നമുക്ക് അതിന്റെ സ്പെക്സ് നോക്കാം. സ്പെക്സ് എന്ന് പറഞ്ഞാൽ ഒരു 120 ഹെഡ്സിന്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡയമണ്ട്സിറ്റിയുടെ 8050 എന്ന് പറഞ്ഞ പ്രോസസ്സർ, ഒരു 50 മെഗാപിക്സലിന്റെ ഡുവൽ ക്യാമറ, 5000 mAh ബാറ്ററി, ഒരു ആൻഡ്രോയിഡ് 15 വരുന്ന നത്തിങ് OS-ലാണ് വരാൻ പോകുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഈ ഒരു സ്പെക്സ് വെച്ച് നോക്കുമ്പോൾ 20,000 അണ്ടറിലാണ് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഞെട്ടിക്കോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. ബാക്ക് നമുക്ക് റിമൂവ് ചെയ്തിട്ട് മാറ്റി യൂസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. 1-ൽ എന്താണോ അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. എന്തായാലും 120 Hz ഡിസ്പ്ലേ എല്ലാം നമുക്ക് വരുമ്പോൾ നോക്കാം. ഇത്രയാണ് വന്നേക്കുന്നത്. ഇത് മിക്കവാറും ഏപ്രിലിൽ തന്നെ, ഏപ്രിൽ ലാസ്റ്റോ ഏപ്രിൽ മിഡിലോ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഏപ്രിലിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ട്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ കൺഫേംഡ് ആയിട്ടുള്ള ഫോണാണ്. ഏപ്രിൽ 11-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന iQ C10 എന്ന് പറഞ്ഞ ഫോണാണ്. എക്സൈറ്റിംഗ് ഫോണാണ്. കാരണം ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, എത്ര വരും? 6000 mAh അല്ല, 6500 mAh അല്ല, 7000 mAh അല്ല, 7300 mAh ബാറ്ററി ആയിട്ടാണ് വരാൻ പോകുന്നത്. ഒരു വമ്പൻ ബാറ്ററി. നിങ്ങളൊരു ബാറ്ററി ലൈഫ്, ഒരു 2 ഡേ ഫുള്ളി ബാറ്ററി ലൈഫ് ചിന്തിക്കുന്നവർക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അടിപൊളി ബാറ്ററി ലൈഫായിട്ടാണ് iQന്റെ C10 വരാൻ പോകുന്നത്. 120 ഹെഡ്സിന്റെ ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. OLED പാനലാണ് വരുന്നത്. നമ്മുടെ സ്നാപ്ഡ്രാഗണിന്റെ 7S Gen 3 പ്രോസസ്സറാണ് വരുന്നത്. iQന്റെ OS വരുന്നുണ്ട്. പിന്നെ ഞാൻ ബാറ്ററി പറഞ്ഞല്ലോ, ചാർജറുണ്ട്. 45 വോൾട്ട് ഓർ 33 വോൾട്ട് ഓർ 65 വോൾട്ട്. ഇതിൽ ഏതെങ്കിലും ആൻഡ്രോയിഡ് 15-ലാണ് വരാൻ പോകുന്നത്. ഇത്രയാണ് വരാൻ പോകുന്നത്. ഇതിന്റെ പ്രൈസിങ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 20 അണ്ടർ പ്രൈസ് ആണ് ചിന്തിക്കുന്നത്. ഒരു 19,999 ഓർ 18,999 അങ്ങനത്തെ റേഞ്ചിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഒരു ബാറ്ററി കിങ് എന്ന് പറയാം. കാരണം എല്ലാം കൊണ്ടും, പെർഫോമൻസ് കൊണ്ടായാലും ഡിസ്പ്ലേ കൊണ്ടായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് iQ നല്ല ഫോൺസ് ഇറക്കുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫോണാണ്. കാരണം ഇത്രയും നല്ലൊരു ബാറ്ററി ലൈഫ്, ഇന്ത്യയിലെ കൂടിയ ബാറ്ററി ലൈഫ് ഉള്ളൊരു ഫോൺ ഇതായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും കൺഫേംഡ് ലോഞ്ചാണ്. നമുക്ക് ആമസോണിൽ പേജിൽ വന്നിട്ടുണ്ട്. 7300 mAh ബാറ്ററി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് 2 ദിവസത്തെ മുകളിൽ കിട്ടും. ഒരു സാധാ യൂസറിന് വെച്ച് നോക്കുമ്പോൾ ഹെവി യൂസറിന് എനിക്കൊന്ന് 1.5 ഡേ കിട്ടും എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ലൈഫ്. ഇനി എല്ലാ ഫോണുകളിലും ഇങ്ങനത്തെ ബാറ്ററി ലൈഫ് വരട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഏപ്രിലിൽ വരുന്ന കുറേ ഫോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒപ്പോയും ആഡായിട്ട് വരുന്നുണ്ട്. K10 എന്ന് പറഞ്ഞൊരു മൊബൈൽ. അതും വലുതായിട്ടൊന്നും പറയാനില്ല. നല്ല ആ പ്രൈസ് റേഞ്ചിന് ബെസ്റ്റ് ആയിരിക്കും. നമുക്ക് വരുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. എന്തായാലും ഏപ്രിലിൽ നല്ല കുറച്ച് ഫോൺസ് വരുന്നുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺസ് വരുന്നുണ്ട്. പിക്സലൊക്കെ അടുത്ത മാസമാണ്, മെയ്യിൽ
ഏപ്രിൽ മെയ്യിലൊക്കെ ആയിരിക്കും പിക്സലിൻ്റെ 10 സീരീസ്, മെയ് ജൂണിൻ്റെ ഇടയ്ക്കായിരിക്കും പിക്സൽ 10 സീരീസ് വരുന്നത്. ചിലപ്പോൾ ഏപ്രിൽ വരാൻ സാധ്യത കുറവാണ് പിക്സൽ 10 സീരീസ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വരുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഏപ്രിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഫോൺസ്. നിങ്ങൾ ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുക, അതോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ മേടിക്കുമോ, ഏപ്രിലിൽ ഫോൺസ് ഇറങ്ങിക്കഴിഞ്ഞിട്ടേ മേടിക്കത്തുള്ളൂ നിങ്ങൾ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിടുക.